തൃക്കാക്കരയിലെ നിയമസഭാംഗം ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായതായി വാർത്ത വരുന്നു. ഉമാ തോമസ് കൈകാലുകൾ ചലിപ്പിച്ചു. ബന്ധുക്കളാണിത് പറയുന്നത്. അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറക്കാൻ ശ്രമമുണ്ടായതായും ബന്ധുക്കൾ പറഞ്ഞു. ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുകയാണ് ഉമാ തോമസ് എന്നുള്ള വാർത്ത വരുമ്പോൾ നമുക്കും ആശ്വാസം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. പറയൂ അശ്വിൻ പാലാഴി, ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണിത്. ജീവിതത്തിലേക്ക് അവർ കണ്ണ് വേഗം തുറക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പറയൂ. ആ പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്നലെ രാത്രി വരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിരുന്നില്ല. ആന്തരിക രക്തസ്രാവം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. ഒപ്പം ഈ ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു, അതും അതേപടി തുടരുകയാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഉമാ തോമസ് എംഎൽഎ കണ്ണു തുറക്കാനും ഒപ്പം കൈകാലുകൾ ചലിപ്പിക്കുകയും ചെയ്തത്. കണ്ണു തുറക്കാൻ ഒരു ശ്രമം പുലർച്ചയോട് കൂടി ഉണ്ടായി എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡോക്ടർമാരെ വിവരം അറിയിച്ചു. അവർ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. 2 ദിവസം നടത്തിയ ചികിത്സയിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്നുള്ള നിലയിലാണ് നിലവിലുള്ള ഈ പ്രതികരണത്തെയൊക്കെ ഡോക്ടർമാരും കാണുന്നത്. 10 മണിയോടുകൂടി കോട്ടയത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘവും ഒപ്പം റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം നിലവിൽ എന്താണ് ഇതുവരെയുള്ള ചികിത്സാ പുരോഗതി എന്നുള്ള കാര്യത്തിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. അതിൽ നമുക്ക് വിശദമായി തന്നെ എന്താണ് നിലവിൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടോ എന്നൊക്കെ കൃത്യമായി അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോഴും സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണ്. അപകടനില തരണം ചെയ്തു എന്നുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് കേരളം ആകമാനം കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.